ദൈവപുത്ര വിശ്വാസങ്ങളെയും ദൈവാവതാര സങ്കല്പങ്ങളെയും പുണ്യാളന്മാരെയും തിരസ്കരിക്കുന്നുവെന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ദൗർഭാഗ്യവശാൽ മതനേതാക്കൾക്ക് അമാനുഷികത കൽപ്പിക്കുകയും രോഗശാന്തിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കുമെല്ലാം വേണ്ടി ജീവിച്ചിരിക്കുന്നതും അതുപോലെ മരിച്ചവരുമായ അത്തരം ആളുകളോട് പ്രാർത്ഥിക്കുകയും ദൈവിക സഹായം തേടുകയും ചെയ്യുന്നു. ഇത്തരം തെറ്റായ ആരാധനാ രീതികളെ ന്യായീകരിക്കാൻ അവർ പറയുന്നത് ആരാധനയും പ്രാർത്ഥനയും സമമല്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. എന്നാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇടനിലക്കാരെന്ന നിലയിൽ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ് അവരുടെ വാദം. ഈ വാദം ഖുർആനിക പ്രവാചക കൽപ്പനകൾക്ക് വിരുദ്ധമാണ്. അത്തരം തെറ്റായ വിശ്വാസങ്ങൾക്ക് പ്രവാചകന്മാരിൽ ഒരു മാതൃകയുമില്ല. അള്ളാഹുവിനു പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് ഭീമമായ പാപമാണെന്നതുപോലെ അള്ളാഹുവിനു പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതും ഭീമമായ തെറ്റായ ശിർക്കാണെന്നാണ് ഈ പ്രവാചകരെല്ലാം മനസ്സിലാക്കിയത്. പ്രാർത്ഥനയും ആരാധനയും രണ്ടായി അവർ കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, ഉത്ബോധിപ്പിച്ചിട്ടുമില്ല. അതിനാലാണ് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച എന്ന വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായത്തിലെ 60-ാം വചനം വിശദീകരിച്ചുകൊണ്ട് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന എന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇതിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്നാൽ അള്ളാഹുവിന് പുറമെ ഇടനിലക്കാരായി മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ഖബറുകളോടുമെല്ലാം പ്രാർത്ഥിക്കാമെന്നും ആരാധനയും പ്രാർത്ഥനയും രണ്ടാണെന്നുമെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഉത്ബോധിപ്പിക്കുന്ന മതനേതാക്കളും അജ്ഞത കൊണ്ടത് വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം പാവപ്പെട്ടവരായ ആളുകളുമുള്ള നമ്മുടെ നാട്ടിൽ ആ തെറ്റിനെതിരെ പ്രബോധനം നടത്തുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നാം ഒരിക്കലും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെന്ന് വിളിച്ചാക്ഷേപിക്കരുത്. ഭീമമായ ശിർക്ക് എന്ന തെറ്റിൽ നിന്നും സഹജീവികളെ കരകയറ്റാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഖുർആനിക പ്രവാചക കൽപ്പനകൾക്ക് വിരുദ്ധമായി ആരാധനയും പ്രാർത്ഥനയും രണ്ടാണെന്ന് ഉത്ബോധിപ്പിക്കുന്നവരല്ലേ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് വേഗം അടുപ്പിക്കാനായിട്ട് ഇടനിലക്കാരായി ഖബറുകളും മരിച്ചുപോയ മഹാത്മാക്കളും ജീവിച്ചിരിക്കുന്ന മതനേതാക്കളും വേണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പ്രവാചകന്മാരാരും മനസ്സിലാക്കിയിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല, ഉത്ബോധിപ്പിച്ചിട്ടുമില്ല. അവർ മനസ്സിലാക്കിയത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ ദാസൻ അള്ളാഹു മതിയായവനല്ലയോ എന്ന വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 36-ാം വചനത്തിലെ സ്രഷ്ടാവിന്റെ ചോദ്യവും വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം നൽകാമെന്ന വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം 60-ാം വചനത്തിലെ അള്ളാഹുവിന്റെ വാഗ്ദാനവും ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ബലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ബലം നിങ്ങൾക്കും, അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല എന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 134-ാം വചനത്തിലെയും അല്ലാ തസിർ വാസിറത്തുൻ വിസ്റ ഉഖ്റ, പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം 38-ാം വചനത്തിലുമെല്ലാമുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളുണ്ടല്ലോ. മനുഷ്യന് അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന സത്യവും അള്ളാഹുവിലേക്ക് അടുക്കാൻ വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ്, അതിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഇതെല്ലാമാണ് അവർ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതും ഉത്ബോധിപ്പിച്ചതും. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനായിട്ട് മാത്രം ഇടനിലക്കാരെ ആശ്രയിക്കുന്നു എന്ന വാദം തെറ്റാണെന്ന് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം അറിയിക്കുന്നു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ, അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ. എന്നിട്ട് അള്ളാഹു അത്തരക്കാർ അവരുടെ വാദം ന്യായീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. നുണയനും നന്ദികെട്ടവനുമായിട്ടുള്ളവനാരോ അവനെ അള്ളാഹു നേർവഴിക്കാക്കുകയില്ല. അടുപ്പിക്കാനായിട്ട് ഇടനിലക്കാരാകാമെന്ന വാദം തെറ്റാണെന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു സംശയങ്ങൾക്കിട നൽകാതെ ഉണർത്തുന്നു. മേലുദ്ധരിച്ച സത്യം മനസ്സിലാക്കുന്ന ആർക്കും
ഇടനിലക്കാരെ സ്വീകരിക്കുക സാധ്യമല്ല. എന്നെയും ഞാൻ കഴിവ് കൊടുത്തവരെയും നിങ്ങൾ ആരാധിക്കുക എന്നല്ല, മറിച്ച് എന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നാണ് അള്ളാഹു കൽപ്പിച്ചതെന്ന സത്യം അറിയുന്ന ആർക്കും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായത്തിലെ 18-ാം വചനവും കുൽ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് യാതൊരാളെയും പങ്കുചേർക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായത്തിൽ 20-ാം വചനവും കുൽ പറയുക, ഇന്നി ലാ യുജീറനി മിനല്ലാഹി അഹദുൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഒരാളും എനിക്ക് അഭയം നൽകുകയില്ല തീർച്ച. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അവന് പുറമെ ഒരു അഭയസ്ഥാനവും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയുമില്ല എന്ന വിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായത്തിലെ 22-ാം വചനവും കുലി ഉദ്ഉല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഖ്ലീല ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യരെന്ന് വാദിച്ചു പോന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്നും വിഷമം നീക്കാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിൽപ്പെട്ടതല്ല. അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണെന്ന വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായത്തിലെ 56, 57 വചനങ്ങളുമെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഔലിയാക്കളോടും മരിച്ചവരോടും ഖബറുകളോടും ജീവിച്ചിരിക്കുന്നവരോടുമെല്ലാം പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നവരാണ് അറിഞ്ഞോ അറിയാതെയോ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും വ്യത്യസ്ത കക്ഷികളായി തീരുകയും ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ശിർക്ക് എന്ന മഹാപാപത്തിൽ നിന്നും ജനങ്ങളെ ഉത്ബോധനത്തിലൂടെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരല്ല. ശിർക്ക് എന്ന മഹാപാപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെന്ന് പറഞ്ഞ് നാം ആക്ഷേപിക്കരുത്.